എന്താ ഇതനിയും കുട്ടാ? ഇത് കോട്ടുവായിടുന്ന മഹാകവയിത്രി. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് പിടിച്ചേ. കൈവിട്ട് കളയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിട്ട് മാറ്ററിന്റെ സീരിയസ്നെസ് കളയരുത്. ഒരു കല്യാണക്കാര്യ പറയൂ. നമ്മുടെ പുതുവിനെ ഒരു രസികൻ ആലോചന. രസികൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആലോചന. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ആലോചന. ഒക്കെ ഞാൻ അറിഞ്ഞു കുട്ടി. അറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു മുത്തശ്ശി? അവള് പറഞ്ഞോ? അവൾ ഇങ്ങനത്തെ കാര്യം പറയോ? പാർവതി പറഞ്ഞു. അമ്മയുടെ അടുത്ത് വരെ എത്തിയോ ഈ കാര്യം? ആ അപ്പൻ നേരിട്ട് പറയായിരുന്നു. അപ്പേട്ടൻ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? നമ്മുടെ സുധുവിനെ അവൻ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാ ഞാൻ ഇക്കാര്യം എങ്ങനെ അവനോട് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ മോൻ പോയത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെയും. വിഷ്ണുമായി രക്ഷിച്ചു. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എനിക്ക് ആദ്യം ഇത് മുത്തശ്ശിയോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ഒരുപാട് താമസിച്ചു. ഞാൻ കിടക്കട്ടെ. മോനെ ക്യാമറ. അനിയൻകുട്ടാ, എന്താ അമ്മായി? എന്തിനാ വിളിപ്പിച്ചേ? എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. ആ കുഞ്ഞിരിക്ക്. വേണ്ട. എന്താ ഉണ്ടായേ? വല്യമ്പുരാട്ടി ഇന്നലെ എന്നെ വിളിപ്പിച്ച് സുധുവിനെ ഏട്ടക്കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മാവന്റെയും വലിയ ആഗ്രഹമായിരുന്നു അത്. എനിക്കത് പറയാനുള്ള യോഗ്യതയും അവകാശമുണ്ടോ കുഞ്ഞ്? വിളക്കിൽ തിരി താഴ്ത്തുന്നത് പോലെ എല്ലാം മനസ്സിലൊതുക്കി കഴിയുമ്പോഴാ ഇന്നലെ വല്യമ്പുരാട്ടി വിളിച്ചത് പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ അമ്മായി? അപ്പൊ കരയാ വേണ്ട? അവള് സമ്മതിക്കുന്നില്ല കുഞ്ഞ്. എന്താ കാര്യം? അവൾക്ക് താല്പര്യമില്ലത്രേ. കുഞ്ഞ് അവളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. കുഞ്ഞ് പറഞ്ഞാലേ അവള് കേൾക്കൂ. അത് ഞാൻ പറയാം. പിന്നെന്താ? അവളോടെ വിളിക്കുക. ഞാൻ പറഞ്ഞേക്കാം. സ്നേഹമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. അണ്ണനത് അറിഞ്ഞു കാണില്ല. ഇവിടെ വന്നപ്പോഴാ എല്ലാരും അറിയുന്നത്. ഞാൻ വന്നപ്പോ അനന്തരാമൻ സാർ 4-5 പേരെ കൊണ്ട് കസേര പെറുക്കിടിക്കുന്നു. എന്റെയിലും തന്നു ഒരെണ്ണം കൊണ്ടിടാൻ. ഈ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ പറ്റി വളരെ കാലമായിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ എന്താ ഇവിടെ മീറ്റിംഗ്? പ്രവർത്തിച്ച നമ്മുടെ വാസുവിനെ പറഞ്ഞേക്കാൻ പോവുക. ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ സർവമംഗളങ്ങളും നേരുന്നു. നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യരെ ക്ഷണിക്കുന്നു. അമ്മ കൊടുത്തേക്കും. വേണ്ട, നീ കൊടുത്താ മതി. ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. തീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നേക്കുമായി തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്ന് പിടയ്ക്കും. ആ പിടപ്പ് ഞാനിപ്പോഴനുഭവിക്കുകയാണ്.
ഒന്നും പറയാൻ കഴിയുന്നില്ല. എനിക്ക് ആരോടും പരിഭവമില്ല. എല്ലാവരും നന്നായിരിക്കണം. പ്രായമായ അച്ഛൻ, മരിച്ചു കിട്ടണേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ്. നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല, സംസ്കാരമാണ് വലുത്. ഈ കെട്ടിടത്തിൽ നിന്ന് വാസുവേട്ടൻ പോകുന്നുള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് വാസുവേട്ടനെ ഞാൻ ഒരിക്കലും പറഞ്ഞയക്കില്ല. കുഞ്ഞെ, ഭാര്യർക്കും മടുത്തിട്ടുണ്ടാവും. പൊയ്ക്കോട്ടെ. എന്നാലും നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ കുട്ടിയെ? മാന്യമായിട്ട് മുത്തശ്ശിയാളെ പറഞ്ഞു വിട്ടത്. അതെ, ചെയ്ത തെറ്റിന്റെ കൂടെ മാന്യമായിട്ട് എന്നൊരു വാക്ക് ചേർത്താൽ തെറ്റ് തെറ്റല്ലാതാവില്ല. മാന്യമായിട്ട് ഡിസ്മിസ് ചെയ്യുക, മാന്യമായിട്ട് മുഖത്ത് വെക്കുക, മാന്യമായിട്ട് കഴുത്തിറക്കുക. മുത്തശ്ശന്റെ പാരമ്പര്യത്തെ ഒരു ഉണക്ക വിളക്ക് കൊടുത്ത് താൻ പറഞ്ഞു വിട്ടത്. ഇപ്പൊ മുത്തശ്ശി അനിയൻകുട്ട എന്ന് വിളിക്കും. വിളിക്കണ്ട, ഞാൻ നിർത്തി. മാന്യമായിട്ട് നിർത്തി. രൂപയായി. വിത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ഒരൊറ്റ ചെക്കിൽ എഴുതി തള്ളി അപ്പേട്ടൻ. തരാൻ മനസ്സും കൂടി വേണേ. സൂക്ഷിച്ചോടിക്കണം. ചേച്ചി അങ്ങോട്ടാ. ഇനി തൊട്ട് ചേച്ചിയെ ഞാൻ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്താൽ മതി എന്ന് അപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട വേണ്ട, അങ്ങോട്ട് കയറിയാൽ മതി. ചേച്ചി, ഒരു ജനത സ്വയം താഴാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വേലിതന്റെ വിളവ് തിന്നുന്ന ഈ ഭരണാഭാസം പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എഴുതി കഴിഞ്ഞോ? സർ, ടൈറ്റിൽ എഴുതിക്കോ. നിയമസഭയും ഭരണാഭാസവും. നേരത്തെ എഴുതുന്ന എഡിറ്റോറിയൽ മാറ്റി ഇത് കമ്പോസ് ചെയ്തേക്ക്. വനം വകുപ്പ് മന്ത്രിയെയും ഹെൽത്ത് മിനിസ്റ്ററെയും ഡയറക്റ്റായി അറ്റാക്ക് ചെയ്തിരിക്കുക. ജേക്കബേ സർ, നേരത്തെ കമ്പോസ് ചെയ്ത എഡിറ്റുകൾ തന്നെ കൊടുത്താൽ മതി. ഡെസ്കിലുള്ള മറ്റാരും അറിയണ്ട. സർ, എന്റെ അച്ഛന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ ഒരുത്തരം ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ എഴുതി കൊടുത്ത എഡിറ്റോറിയൽ അല്ല ഇന്നത്തെ പത്രത്തിൽ വന്നത്. നീ ഒന്ന് ക്ഷമിക്കണ്ട. മുഖത്തടിക്കാമായിരുന്നില്ലെന്ന് അച്ഛൻ ചോദിച്ചു. എന്നോടല്ല, ഈ എഴുത്തുപുരയോട്. എനിക്കറിയണം ആരെ എഡിറ്റോറിയൽ മാറ്റിയത്. മന്ത്രിമാർ മാത്രമല്ല, അധികാര സ്ഥാനത്തുള്ള പലരും ഈ വീടുമായി ആത്മബന്ധമുള്ളവരാണ്. അവരെ അവഹേളിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്യുന്ന അനാവശ്യമായ പത്രധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ തൽക്കാലം സാധ്യമല്ല. നിന്റെ അച്ഛന്റെ ഫ്രസ്ട്രേഷൻസ് കുത്തിക്കുറിക്കാനുള്ളതല്ല മലയാള ശബ്ദത്തിന്റെ എഡിറ്റോറിയൽ. അച്ഛന്റെ ഫ്രസ്ട്രേഷൻസോ? അച്ഛന്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷനാണ് അമ്മ. എന്നെ കൊണ്ടൊന്നും പറയിക്കില്ലേ? പറയടാ, പറ. പ്രായം മറയ്ക്കാൻ അമ്മ തേച്ച് അടക്കുന്ന ഈ സൊസൈറ്റി ചായം പൂശാൻ കെ മേനോനെ കിട്ടില്ല. റമ്മി കളിച്ച് പരദൂഷണ പാർട്ടികളിൽ കോമാളി വേഷം കെട്ടുന്ന ഭർത്താവ് ഗോഷ്ഠയല്ല എന്റെ അച്ഛൻ. ആ ഒരൊറ്റ കുറവിലല്ലേ അമ്മ അച്ഛനെ നെഗ്ലക്ട് ചെയ്യുന്നത്? ചെയ്തോ. പക്ഷെ എന്റെ അച്ഛന്റെ അക്ഷരങ്ങളെ നെഗ്ലക്ട് ചെയ്താൽ. അനിയൻകുട്ടാ, ഒഫീഷ്യലായിട്ട് തന്നെ ആയിക്കോട്ടെ. ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ആപ്ലിക്കേഷൻ ഫാറം പൂരിപ്പിച്ചു കൊടുത്തല്ല ഞാൻ മലയാള ശബ്ദത്തിന്റെ പത്രാധിപരായത്. നിന്റെ അമ്മയെയും മലയാള ശബ്ദത്തെയും ഒന്നിച്ച ഈ അക്ഷരത്തിന്റെ ദേവി എന്നെ ഏൽപ്പിച്ചത്. മതിയായി അമ്മേ. നമ്മുടെ പത്രമാഫീസിൽ ഒരു പുരാവസ്തുവായിരിക്കാൻ കെ മേനോന് വയ്യ. ഇതാ വാങ്ങിക്കേ. അച്ഛാ, അപ്പേട്ടനൊരു വിവരക്കേട് കാണിച്ചു എന്ന് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. പെട്ടെന്നെടുത്ത തീരുമാനമല്ല മോനെ. ദിവസങ്ങളായി ഞാനത് ചിന്തിച്ചു തുടങ്ങിയിട്ട്. മുത്തശ്ശി ഒന്ന് പറ. ഞാനൊന്നും പറയില്ല. മേനോൻ എനിക്കറിയാം. അച്ഛാ പ്ലീസ് അച്ഛാ, ഒന്ന് പറയടോ അച്ഛനോട്. ഇത് വീട്ടുകാരെയല്ല, ഓഫീസുകാരെയാ. എനിക്കൊന്നും പറയാനില്ല. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? മക്കൾ തന്നോളം വളരുമ്പോ കോംപ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഹൈഹീൽഡ് ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിനക്ക് എന്നേക്കാൾ പൊക്കം വെച്ചു എന്ന് തോന്നി തുടങ്ങിയത്. അതുപോലെ ഒരു കോംപ്ലക്സ് മാത്രമാണ് അവന്റെ വളർച്ചയും. തന്നോളമായ മകനെ താനെന്ന് വിളിക്കാം, സാറേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ രാജിയും. വാങ്ങിക്ക.